ഹലോ, എന്താ ഇവിടെ നിക്കണ? നിന്നെ കണ്ടപ്പോ റിവേഴ്സ് പോയാ? എടി അതുമല്ല വഴിയേറ്റി വന്നായിരിക്കുള്ളൂ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട്, അത് പൊക്കോളും. അല്ല എന്തി സ്കൂളിൽ പോണില്ലേ? ഇത്രയും കനത്ത മഴയായിട്ട് കളക്ടർ അവധിയൊന്നും പ്രഖ്യാപിച്ചില്ലേ? എവിടെ മഴ? അതേ, കളക്ടർ അവധി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ രാവിലെ ന്യൂസ് നോക്കിയായിരുന്നു. മര്യാദക്ക് സ്കൂളിൽ പോകാൻ നോക്കിയാ ചെല്ല്. ഞാൻ ഐഡിയ പറയട്ടെ. കളക്ടർ ഇത്രയും മഴയായിട്ട് അവധി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നിക്ഷേപത, അതിന്റെ പേരെന്തായിരുന്നു, പ്രതിഷേധം അത് നടത്തിയ എങ്ങനെ സ്കൂളിൽ പോകാതിരുന്നാലോ? ഓടോ, എന്തൊരു ബുദ്ധിയാ നിനക്ക്. അതേ, കളക്ടർക്ക് എപ്പ അവധി തരണം എന്നുള്ളത് കളക്ടർക്ക് അറിയാം കേട്ടാ. സ്കൂൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. മര്യാദക്ക് വെളച്ചിലെടുക്കാണ്ട് സ്കൂളിൽ പോകാൻ നോക്കിക്കോ. എന്തൊരു മടിയാടി നിനക്ക്. ഭയങ്കര സുഖം തന്നെ. വെറുതെ ഒരുപാട് സപ്ലൈ ഉണ്ട്, എന്നാലും വീട്ടിൽ വെറുതെ കുത്തിയിരുന്നാണ്. സത്യം പറയട്ടെ, കൊച്ചിന് ജോലിക്കാൻ മടിയായിട്ടല്ലേ സപ്ലൈ ഒന്നും എഴുതാത്തെ? മീനു, നീ വെറുതെ വലിയ ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടാ. ഞാൻ പോയി റെഡിയായി, ഞാൻ സ്കൂളിൽ കൊണ്ട് ആക്കി തരാം. ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ സ്കൂൾ തുടങ്ങി. പോയി നോക്കി നിക്കാണ് അവള് കാലത്ത് തന്നെ. എടി, നീ ഒരുങ്ങിയില്ലേ സ്കൂളിൽ പോണ്ടേ? അതിന് കളക്ടറിന് അവധി പ്രഖ്യാപിച്ച്. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ലല്ലോ. സ്കൂൾ ഗ്രൂപ്പിലൊന്നും അവധിയാന്ന് അത് അവരറിഞ്ഞാണത്തില്ല. അറിയുമ്പോ മെസ്സേജ് കിട്ടോളും. നീ കളക്ടറുടെ പേജിൽ ഒരു കമന്റ് ചെയ്തിട്ട് കിട്ടിയ ലീവല്ലേ ഇത്? അത് പിന്നെ നമ്മളെ ആവശ്യമല്ലേ വാങ്ങമ്മ. ഈ കുരുപ്പൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടാവൂല്ലേ? എടി ക്ലാരെ, നീ പുതിയ കേസെങ്കിലും അപ്പിയർ ചെയ്യുന്നുണ്ടാ? ചുമന്ന കാർ വെളി കിടക്കുന്ന ആരാ? മാമ, ഞാനും കണ്ടായിരുന്നു ചുമന്ന കാറ്. കണ്ടായിരുന്നാ? ഞാൻ നോക്കിയപ്പോ ഒരു പെണ്ണാണ് ഡ്രൈവ് ചെയ്യണത്. എന്നെ കണ്ടത് പുറകോട്ട് കാർ എടുത്തോണ്ട് ഒറ്റ പോകും. എന്റെ മാമ സത്യമായിട്ടും ഞാനാണെങ്കിലും മഴയുണ്ടോന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഒരു ചുമന്ന കാറില് ഒരു ആന്റി ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോ പെട്ടെന്ന് റിവേഴ്സ് അടിച്ചു. ഞാനൊരു സംശയം പറയട്ടെ, നിങ്ങൾ ഈ ഇടയ്ക്ക് നടത്തിയ ഏതെങ്കിലും കല്യാണ കേസായിരിക്കും? കൂടുതൽ തമാശക്കല്ലേ? അത് നമ്മളിപ്പോ ഈ അടുത്ത കാലത്തൊന്നും കല്യാണം നടത്തിയില്ലല്ലോ. അത് മാത്രമല്ല, കൊട്ടേഷന് വരുമ്പോ അവര് ഒരാളായിട്ട് വരത്തില്ല, കൂട്ടം കൂടിയല്ലേ വരത്തുള്ളൂ. കാരണം നമ്മളെ നേരിടണമല്ലോ. അപ്പൊ അതാരായിരിക്കടാ? നമ്മളെ സ്കെച്ച് ചെയ്യാൻ മാത്രം ധൈര്യമുള്ള ആരാടാ ഇവിടെ ഉള്ളത്? എന്റെ ബലമായ സംശയം ഈ വീട്ടിലെ ആരെയോ തിരക്കി വന്നതാ. ആ പെൺകൊച്ചിന് ഈ വീട്ടിൽ ഒരാളുടെ മുഖസാദൃശ്യം ഉണ്ട്. തോന്നിയാസമൊന്നുമില്ല, മോളായിരിക്കും. കാരണം പറയാൻ പറ്റത്തില്ല. ചിലപ്പോ വീടിന്റെ വെളിയിൽ വന്നിരുന്ന് പാടും, അച്ഛനെ വേണോന്നും പറഞ്ഞു വന്ദേ മൂകുന്ദാരേ. പിന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ അച്ഛനെ എല്ലാങ്കിൽ ഇത് സേതുവിനായിരിക്കും വല്ല ചുറ്റിക്കളിയും. ഈ മുളക് ഇങ്ങനെ ഒടിച്ചിട്ട് നിന്നെ കണ്ണിഞ്ഞം തേച്ചു ഇല്ലെങ്കിലും അല്ല, അവ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവന്റെ മനസ്സെനിക്കറിയാം. അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യൂല. പിന്നെ ഗോവർദ്ധൻ ആണെങ്കിൽ 24 മണിക്കൂറും ആനി ആനി എന്നും പറഞ്ഞ് അവനും നടത്തുന്നുണ്ട്. അപ്പൊ അവനും അല്ല. അതൊക്കെ എപ്പോഴേ മാറി. ഇപ്പൊ പുതിയ ആര്? ഞാൻ എടി ചങ്കികളുടെ വർത്താനം പറയില്ല. ആരെന്ന് പറയാൻ പറ്റൂലെന്ന്. ഇതെന്ത് സ്വഭാവം? എങ്കിൽ ഇനിയിപ്പൊ ഇത് ആരായിരിക്കും തിരക്കി വന്നത്? ഇത് അച്ഛനെ തിരക്കി വന്നതായിരിക്കും. ഇനി ഒരു കാര്യം മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇനി മൂകാംബികയെന്ന് വന്നതാണോ, കൊട്ടാരക്കരയെന്ന് വന്നതാണോ, കോട്ടയത്ത് നിന്ന് വന്നതാണോ എന്ന്. മോളടിച്ചല്ലേ, ഒരു മോളെ കൂടെ കിട്ടിയല്ലേ. നീ മേടിച്ചിട്ട് പോവുള്ളൂ. ഇല്ല, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അമ്മേ. നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഇത് ആരാന്ന് അറിഞ്ഞാ പോരെ, നമുക്ക് തപ്പിയെടുക്കാം. അത്രേ ഉള്ളൂ. ഉണ്ടാക്കി തരൂ. അയ്യാ, നിന്റെ കണ്ടന്റ് ഫോണൊക്കെ ഞാനങ്ങ് കത്തിക്കും. മിണ്ടാണ്ടിരുന്നോ അവിടെ? അയ്യോ, അങ്ങനെ വേണ്ടമ്മ. ഞാൻ പിന്നെ അത് ആളാരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അമ്മ, ഞാൻ എന്റെ ഒരു സംശയം പറയട്ടെ. ചോദിക്കൂ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയ എന്നെ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിട്ട് വന്നവരായിരിക്കും. എന്നിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ലക്ഷങ്ങൾ കോടിയൊക്കെ വേണം എന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ട് പോവാൻ ഇവളെ തട്ടിക്കൊണ്ട് പോകുന്നു. നിന്നെ ആര് തട്ടിക്കൊണ്ട് പോകാനാടി? നീ പോയാൽ തന്നെ അവർ 2 ദിവസം കഴിയുമ്പോ കൊണ്ടുവിടും. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൂടികൾ തന്നിട്ട് പറയും മുറ്റത്ത് പോലും ഇറക്കല്ലേ പ്ലീസ് എന്ന് പറയും. കൂടുതൽ കളിയാക്കല്ലേ അമ്മ. നിങ്ങൾ ഈ തമാശ പറച്ചിലൊക്കെ നിർത്തണ്ട ക്ലാരെ. എനിക്കിപ്പൊ പുറത്തു വന്നത് ആരാന്ന് കൃത്യമായിട്ട് അറിയാം. പെട്ടെന്ന് പോയി നോക്ക്. ചിലപ്പോ അവിടെ കുടില് കെട്ടി താമസിക്കും. ബാബയമ്മയ്ക്കൊരു മോളയും കൂടി കിട്ടിയല്ലോ. വേറൊരു കാര്യം, ആ കൊച്ചു ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അച്ഛന്റെ അതേ ശബ്ദം തന്നെ. എന്റെ അമ്മച്ചേ, ഞാൻ ഇവിടെ വരെ എത്തി കേട്ടാ. അവളടിച്ചല്ലേ.
ഇല്ല ബാബാ നമുക്ക് നോക്കാം. ഒരാണല്ല ഇവിടെ രണ്ടാണിന് ഒരു പെണ്ണ്. ഒരു പെങ്ങളെ ആവശ്യം കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ചെല്ലി പോയി കാണാം. മോളെ കാണിച്ചു തരാം. ബാ. അയ്യോ കാണിച്ചു ഞാൻ. അല്ല നിങ്ങളെല്ലാരും എന്താ പുറത്തിറങ്ങിയിരിക്കുന്നേ? നിങ്ങൾ അവിടെ പോയതായിരുന്നു. എടാ ഞാനൊന്ന് അടക്കാൻ പോയി. കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ചന്ദ്രക്കുട്ടഞ്ഞ വന്നാണ് ചോദിക്കട്ടെ. എന്താണ് യാത്ര ചെയ്യുന്നതൊക്കെ വലിയ താല്പര്യമുള്ള കേസാണല്ലേ? അങ്ങനെ ചോദിച്ചത്? അല്ല ഞാൻ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കാം. അച്ഛനാരാ? നാടക നടനാണോ? അല്ല. സിനിമാ നടനാണോ? അല്ല. അതുമല്ലെങ്കിൽ മൂകാംബിക യൂണിവേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആണോ? അതുമല്ല. എന്നിട്ട് സത്യം പറ, അച്ഛനാരാ? അച്ഛനാരാ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ രാവിലെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ തന്നെ തീരുമാനിച്ചു വന്നാണോ? അതെ, ഒരു ചോദ്യം ചോദിക്കുമ്പോഴെങ്കിലോ കൊഞ്ഞണം കുത്തുന്ന പരിപാടി കാണിക്കരുത്. ഉത്തരം പറയുക തന്നെ വേണം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടോ. ഒരു പെണ്ണെ ഒരു കാറിൽ വന്നു പോണു വരണു അത് നിങ്ങളെ കാണാൻ വന്നാണോ? ആണോ? ആണോ? അതാ ഞാൻ ചോദിക്കുന്നേ. ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഒരു ചുമന്ന കാർ അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ ആരാന്നറിയാൻ വേണ്ടി ആ കാറിന്റെ അടുത്തെത്തിക്കുന്നു. ചെന്നപ്പോ ഒരു പെണ്ണിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എന്റെ മക്കൾ ആരെ കാണാൻ വന്നതാണ്? ഇത് പറയും ഈ കാർ കൊടുത്തോണ്ട് ഒരൊറ്റ പോക്ക്. കണ്ട എങ്ങനെ പോവാതിരിക്കും ആ കൊച്ച്? സ്വന്തം അമ്മയെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ തിരക്കി വന്നപ്പോൾ അതേ അച്ഛൻ മുഖത്ത് നോക്കി എന്തിനാ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നും. കാറെടുത്തോണ്ട് പോയില്ലെങ്കിലേ അതിശയുള്ളൂ. അമ്മ ഉള്ളത് പറയാല് ഇത് മോള് തന്നെ. സത്യമാണോ മനുഷ്യ? ഈ 10-40 വർഷമായിട്ട് നീ എന്റെ കൂടെ ജീവിക്കല്ലയോ? ഇത്രയും കാലമായിട്ട് നിനക്കെന്നെ വിശ്വാസമല്ല? ഇത്രയും നാളായിട്ട് ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ അവിടെ? ഇത്രയും നാളായിട്ട് വരൂല, ഇനി വരും. കാര്യം എന്താ? വസ്തുക്കളെല്ലാം വിറ്റ് പൈസ ബാങ്കിൽ ഇട്ടിരിക്കയല്ലേ, അമ്മയുടെ പേരിലും അച്ഛന്റെ പേരിലും. ഇത് ആരനുഭവിക്കേണ്ടത്? ക്ലാര, സേതു, ഗോവർദ്ധൻ, എന്തിന് ഈ പൊടിക്കൊച്ചു പേര അനുഭവിക്കേണ്ട സ്വത്താ. കയ്യില് പൈസ വന്ന് ഇനിയിപ്പോ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറെ ഒരു അനിയത്തിയുണ്ട് തന്നേക്ക്, അതിനൊരു മോളും ഉണ്ട്, അവർക്കൂടെ പൈസ കൊടുക്കണം. അല്ലേ അച്ഛാ? കൊറേ കിടന്നോടും അച്ഛ ഇവിടെ കിടന്ന്. ഇവിടെ ഒന്ന് ചുമ്മാ ഇരിക്കടാ. ചേട്ടാ ഇത് കേട്ടിട്ട് എനിക്ക് എന്നെ തന്നെ സംശയമായി. അപ്പൊ അച്ഛന് ശരിക്കും മോളുണ്ടല്ലേ? എടാ മോളെ, നീ അവനോട് കൂടി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയല്ലേ. അല്ല അങ്ങനെയല്ല, ഇനി ഇതെങ്ങാനും ഈ ഒരു കേസേ കോടതിയിൽ വന്ന് അവസാനം ഈ തെളിവുകളെല്ലാം അച്ഛനെതിരായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പോയി എന്റെ ദൈവമേ, എന്റെ ജീവിതം പോയേ. എനിക്ക് പറയാതെ കറിയല്ലേ അമ്മ? ഇത്ര കാലം നിങ്ങളെന്നെ പറ്റിക്കായിരുന്നല്ലേ? കറിയണ്ട അമ്മ. അതെ, എന്തിനാ അമ്മ കറിയണ? എന്തിനാ കാര്യം? എന്താ കൊച്ചച്ഛന് പുതിയൊരു സിസ്റ്റർ വരാൻ പോവാ. സിസ്റ്ററാ? ഏത് ഹോസ്പിറ്റലിലാ? അയ്യോ, വീട് പൊര കത്തി തീരാറായപ്പോ അവന്റെ അടിഞ്ഞ കോമഡി. പോടാ, അതൊന്നും അല്ല. നിന്റെ അച്ഛന് വേറെ കുറെ ബന്ധത്തിൽ. എന്നാലും അറിയണ്ടേടി അത്. ഇങ്ങർക്ക് വേറൊരു പെണ്ണിൽ ഒരു മോളുണ്ട് പോനെ. ഏത് മോള്? അച്ഛാ ദേ ചുമ്മാ തമാശ പറയല്ലേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാ, ഇനിയിപ്പോ വേറെ മോള് വന്നാലും മോൻ വന്നാലും അളിയൻ വന്നാലും ആര് വന്നാലും എന്റെ ഷെയറിന്ന് 10 പൈസ ഞാൻ കൊടുക്കൂല. നിനക്കൊക്കെ വട്ടാണോ? ഞാനിപ്പോ കേട്ടെന്തുട്ടാ? അമ്മ അങ്ങോട്ട് ചോദിരമ്മ. നിങ്ങളെ അങ്ങനെ രക്ഷപ്പെടണ്ട. ആരാ വന്നേ? പറഞ്ഞുകൊട്. എന്താ അവളുടെ പേര്? കനക. നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താ? മുണ്ടൂർ പാർവതിയെ ചാരസിയാറ്. അവൾ എവിടെന്നാ വന്നേ? എന്തിനാ വന്നേ? എല്ലാം എനിക്കറിയണം. പറഞ്ഞോട്. രക്ഷപ്പെടണ്ടല്ലോ. അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ഇത് വല്ലാത്തൊരു പാടായി പോയല്ലോ. ഈ വരുന്നതും പോകുന്നതും എല്ലാം എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറി വരുന്നത്. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഇനി ഇതിൽ വേറെ മകനുണ്ടോ? ഇന്ദു ചൂടനെന്നും പറഞ്ഞ ആരെങ്കിലും ഇനി വരാനുണ്ടോ? അല്ല ഇവിടെ മൊത്തം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാണ് സ്വത്തുള്ളത് കൊണ്ട് കൊള്ളാം. അങ്ങനെ വല്ലവനും വന്ന് കയറി അവകാശം ചോദിച്ചു കഴിഞ്ഞാ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ഒരു അനിയത്തികളെ കിട്ടിയല്ലേ ഫ്രീ ആയിട്ട്. എടോ പിന്നെ താനെടുത്തോ അനിയത്തിയെ? ഓ എനിക്ക് തന്നെ അളിയാൻ ഞാൻ കൊല്ലു അങ്ങനെയാണെങ്കിൽ. നമുക്കിത് കണ്ടുപിടിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? കണ്ടുപിടിക്കാതെ ശരിയാവൂല. വാമേ ഒരു കാര്യം ചോദിക്കണമെന്നൊന്നും തോന്നരുത്. എന്താ ഗണേഷ് ലാലിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇതിലൊക്കെ വല്ല സത്യം ഉണ്ടാ? നിനക്കെന്താടാ മക്കളെ? അച്ഛൻ അങ്ങനെ കാണാൻ തെറ്റ് ചെയ്യാൻ പോവോ? അച്ഛൻ ചെയ്യും, അതുകൊണ്ടാ ചോദിച്ചു. എന്താ
ആരാ മനസ്സിലായില്ല. ഞാൻ ഈ കാണുന്ന സ്വപ്നാണോ? അത് സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നത്തിനകത്ത് ഞാനും ഉണ്ടടി, ഞാനും കാണുന്നു. കെട്ടിപ്പിടിക്കുന്നുണ്ടോ? കെട്ടിപ്പിടിക്കുന്നുണ്ട്. സേതുവിന്റെ കൈകൾ എവിടെയാ? കെട്ടിപ്പിടിക്കുന്നുണ്ടോ? കൈ അവിടെ തന്നെ പെണ്ണേത്. ആരാണത്? ആ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് പ്രശ്നമുണ്ടോ? അതുകൊണ്ടാ സേതു ആരാത്? എനിക്കറിയാൻ പാടില്ല. എന്നെ നോക്കി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും എടുത്ത് കറങ്ങി. നമ്മള് കണ്ട് നീ അവിടെ ആ കൊച്ചിന് പാട്ട് പാടി കൊടുക്കേ ചോറ് വാരി കൊടുക്കേന്നോ അല്ലല്ലോ ചെയ്തത്. എടാ എനിക്കറിയാൻ പാടില്ല സത്യമായിട്ട്. രാമൻ ജാ, നീ പോയി ചോദിക്ക. ഞാൻ പോയി ചോദിച്ചാ കെട്ടിപ്പിടിക്കുന്നു. അതല്ല, അവളെ പോയി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് ഞാൻ ഏറ്റു. നമ്മുടെ തറവാട്ടിൽ വന്ന് അത് കൊള്ളാല്. എന്താ പ്രശ്നം? കൊച്ചു പിള്ളേരെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊണ്ടോ നീ പോ, നീ പോ, നീ പോ, നീ പോ, നീ പോ. എന്താ പ്രശ്നം? സംഭവം വേറെ ഒന്നുമല്ല, ഫ്രാൻസിസിന്റെ മരുമോൻ വഴുതി. ഓ ഓ വിളിച്ചോണ്ട് വാ. നിനക്കെല്ലാം അറിയണോ കൊച്ചെ? നീ വാ. നിന്റെ ചേട്ടൻ ഞാൻ പറയില്ല, പറഞ്ഞ ശരിയാവൂല. നിന്റെ മുഖത്തൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. നീ വാ വാ വാ. എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാ ആ കൊച്ചിനെ കണ്ടു. എന്റെ കണ്ണേ, 2 കണ്ണിന്റെ മുന്നിലാണ് സേതു കെട്ടിപ്പിടിച്ചത്. ഞാൻ കെട്ടിപ്പിടിച്ചില്ല, അവരാണ്. അതെ, ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഞാൻ വിശ്വസിക്കണം അല്ലേ? ഞാൻ വിശ്വസിക്കണം. പോടാ അവിടുന്ന്. എന്നെ നിങ്ങൾ ചതിച്ചു. അയ്യോ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, നിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തരാമോ? ഒരു പണി തീരുമ്പോഴേക്ക് അടുത്ത പണി വന്നോണ്ടിരിക്കും. എന്നെ ഈ കുഴി ചാടിക്കണമെന്ന് നിർത്ത്, എന്നിട്ട് കുരു കരകെട്ടിത്ത. എന്റെ ദൈവമേ, പ്ലാനേ. അത് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. എടാ ചതിയാ, നിന്റെ കൂടെ ഇത്രയും നാള് ഞാൻ നടന്നു. നീ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലടാ. ഒരു പൂജ വന്ന് നിൽക്കുന്നു. സത്യമായിട്ട് എനിക്ക് നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യണല്ലേ? അതുപോലെ ആ നിക്കണം ആ പെൺകൊച്ചിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്. അതൊക്കെ ഞാൻ ചോദിക്കാം, മനസ്സിലായേ? അത് ചോദിക്കാം. അതിനു മുമ്പേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഡീ, നീ എന്തുമല്ല ധരിച്ചു വെച്ചിരുന്നത്? ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ കൊച്ചന്റെ മോളല്ലെന്ന്? മനസ്സിലായി. നീ എന്താണ് പറഞ്ഞത്? എന്തുവാ പറഞ്ഞു? പാർവതി ശാരശിയാണെന്ന് ആരെന്ന് പറഞ്ഞു കൊടുക്കടാ. പറഞ്ഞു കൊടുക്കപ്പോ എന്ത്? ഇപ്പൊ 2 ലാഭമല്ലേ? മോളാറ്റ് വന്ന് ഇനി ചിലപ്പോ മരുമകളായിട്ട് അങ്ങോട്ട് മാറും. നിന്റെ ഓരോരോ വേലകള്. എന്താ മോള്? എന്നാ മോളാ? എന്നാ കൊച്ചു പറ, ഈ സേതുവിനെ എങ്ങനെ അറിയാം? പറ. ഇത് സേതുവൊന്നുമല്ല, ഇതെന്റെ ശ്രീയാ. ശ്രീനാഥ്. ശ്രീനാഥ്? എന്റെ ഈ മോന്ത വേണ്ട ശ്രീനാഥ് വിളിക്കാൻ ഒന്നുമില്ലല്ലോ. ഞാൻ ശ്രീയൊന്നുമല്ല. പക്ഷേ അറിയില്ല. ശ്രീനാഥ് ആർമിയിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഒരു കോള് വന്നു, എമർജൻസി കോൾ. ശ്രീനാഥ് പോയി. പിന്നെ അറിയുന്നത് യുദ്ധത്തിൽ അവനെ കാണാനില്ലെന്നാ. പട്ടാളത്തിലാ? ഞാൻ പട്ടാളത്തിൽ പോയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കള്ളം പറഞ്ഞ് കല്യാണം നടത്തിയെന്നാ. കൊച്ച വേണ്ടാത്ത പോയിന്റ്സ് ഒന്നും പറയാൻ നിൽക്കല്ലേട്ടാ. ഞാനൊരു ചാൻസ് പറഞ്ഞതേ ഉള്ളൂ ചേച്ചി. അങ്ങനെ ഒരു ചാൻസ് ഇല്ലേ? എന്റെ ബലമായ സംശയം, ഇവൻ ഗൾഫിലെന്നും പറഞ്ഞ് നേരെ പോയത് പട്ടാളത്തിലായിരുന്നു. ഇവൻ ഗൾഫിൽ പോയിട്ടില്ല, ഇവൻ പട്ടാളക്കാരനായിരുന്നു. നീ പട്ടാളക്കാരനായിരുന്നാടാ നീ? പിന്നെ പെണ്ണു പറയണതാ? എടാ നീ വേണ്ടാത്തോരൊന്ന് വിളിച്ചു പോയി പറയണുണ്ട്. വേണ്ടാത്തല്ല, ഉള്ളതൊക്കെ ഞാനും പറയത്തുള്ളൂ. കൊച്ചെ, നിനക്ക് ആള് മാറിപ്പോയതാ. ഇത് നീ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് എന്റെ മകൻ സേതുമാധവൻ. ഈ നിൽക്കുന്നത് അവന്റെ ഭാര്യ, ഇത് അവന്റെ കൊച്ചു. മനസ്സിലായ? ശ്രീ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ജോലിക്ക് പോയതാ. ശ്രീക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി ജനിക്കണമെന്ന്. അവൾക്ക് മീനാക്ഷി എന്ന് പേരിടണം. എന്റെ പൊന്നെ, മീനാക്ഷി പേരിട്ടത് അച്ഛനല്ലേ?
എന്നാലും എന്റെ ചേട്ടൻ ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ചേട്ടനെ ഒറ്റയാളെ വിശ്വസിച്ചിട്ട് എന്റെ ഈ ചേച്ചി ചേട്ടനോട് ഇറങ്ങി വന്നത്. ഇത്ര വർഷമായിട്ട് പപ്പയും അമ്മ ചേച്ചി ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തിന് ഈ പൊടിക്കൊച്ചിനെ പോലും അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചോദിച്ചല്ലേ? ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല. കൊച്ചെ, ഞാനാണ് ഭർത്താവ് എന്ന് പറയണല്ലേ. കയ്യിൽ വല്ല തെളിവുണ്ടെങ്കിൽ കാണിക്കും. ശ്രീ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. വിഷമോ? ഇതുടായ്പ തന്നെ. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിക്കും. ഇപ്പൊ കണ്ടോ? കാണട്ടെ. തെളിവ് കാണിക്കില്ല. എന്താ? അയ്യ, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിപ്പോ വേറെ ഉണ്ട്. അയ്യോ, പട്ടാളക്കാരെ അയ്യോ, എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടാ? ഇല്ല. ഇത്ര ബോഡി ഉണ്ടാ? ഇല്ല. ഇത് AI ആണ്. ഉരുണ്ട് കളിക്കാരിടാ. എടാ, ഉമ്മ ഉടായ്പാണ്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ശ്രീ. ഭർത്താവിനെ കാണാതെ വിഷമത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴാ എന്റെ ഫ്രണ്ടിന്റെ ഈവന്റ് നടത്തുന്ന ശ്രീയെ ഞാൻ കണ്ടേ. ഇത്ര നാളെ ഞാൻ ശ്രീയെ തെരഞ്ഞു നടക്കുമായിരുന്നു. ഇപ്പഴാ ഒന്ന് കണ്ടുപിടിച്ചേ. ഇനിയെങ്കിലും എന്റെ കൂടെ ഒന്ന് വാ ശ്രീ. വാ, നമുക്ക് പോവാം. എവിടെ പോവാന്ന് ഒന്ന് പോയെ. എടോ, ഭാര്യയും ഭർത്താവായിട്ടും ജീവിക്കണം ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കൊന്നും അറിയാൻ പാടില്ല. അയ്യോ, ഇല്ല പൊന്നാന്ന് വിളിച്ച എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. ഞാനും എന്റെ കൊച്ചു മാറിത്തരാം. നമുക്ക് പോവല്ലേ മോളെ? അയ്യോ, ഇവര് ജീവിക്കട്ടെ. മോളെ വിഷമിക്കല്ലേ, നമുക്ക് സംസാരിച്ചെല്ലാം തീരുമാനിക്കാം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. തെളിവുകളൊക്കെ നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ? ഇനി വേറെ എന്തൊക്കെ തെളിവുകൾ കാണുമെന്നോ? മാ മോളെ, നമുക്കിത് കണ്ടോണ്ട് നിക്കാൻ പറ്റില്ല. അയ്യോ, മാറങ്ങോട്ട്. ഏട്ടാ, ഇത് ഭയങ്കര മോശമായി പോയേട്ടാ. നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചത്. ഏട്ടൻ ഇപ്പൊ കല്യാണം നടത്തി കൊടുക്കുന്ന പോലെ കല്യാണം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കാല്ലേ. എന്താടോ? നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലേ? ഇല്ല. എനിക്കൊരു അല്പ സാവകാശം വേണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. പാമേ, ആ കൊച്ചിന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു. നീയെങ്കിലും എന്നെ വിശ്വസിക്കില്ല. എനിക്ക് വിശ്വാസമായി ഏട്ടാ, എനിക്ക് വിശ്വാസമായി. നിങ്ങൾ ശരിക്കും ഭാര്യയും ഭർത്താവാണെന്ന് എനിക്കിപ്പോ വിശ്വാസമായി. അതിനുള്ള തെളിവാണ് ഇപ്പൊ അവരുടെ ഫോണിൽ കണ്ടത്. എന്റെ അടുത്ത് വിളിക്കണ്ട. കണ്ടു പഠിക്കടാ നിന്റെ ചേട്ടന്. ഒന്ന് കെട്ടി ഇപ്പൊ രണ്ടാമത്തെ കെട്ടുമായി. നാണം ഉണ്ടാണ് ഒരു പെണ്ണിന്റെ പുറകെ കിടക്കുന്നത്. ഇവനെ കണ്ടു പഠി. നോക്കിയിരിക്കാതെ വാടാ. ഇതൊക്കെ ഞാൻ ചേട്ടാ, ട്രൂ ലവിന്റെ കാര്യത്തിൽ ചേട്ടൻ എന്റെ റോൾ മോഡലായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചേട്ടത്തിയെ നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ നിങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ. ശ്രീ, ഒന്ന് പോവണ്ണു. സത്യത്തിൽ താൻ ആരാണ്? ഞാൻ നല്ല സ്ത്രീയൊന്നുമല്ല. ഞാൻ സേതു മാധവൻ, ഹാപ്പി വെഡിങ് ഫ്ലവർ നടത്തുന്ന ഓണറാണ്. സേതുവേട്ടന്റെ ലവ് സ്റ്റോറി ആയിട്ട് ഞാൻ കോരിത്തിരിച്ചിരിക്കുവായിരുന്നു. അതിന് നീ എന്തിനാ എത്ര കോരിത്തിരിക്കുന്നേ? അല്ല, ഞാനല്ലേ കോരിത്തിരിക്കുന്നതിന് നിനക്കെന്താ? അയ്യാ, എന്റെ ചേച്ചി, ഞാൻ കോരി തിരിച്ചോളാം. ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നിന്നോടൊന്നും പറയാനില്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ. അതെ, രണ്ടും ഒന്ന് നിർത്തിയേ. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. നീ നിങ്ങളായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എടി, നിന്റെ ജാനും നിനക്കൊന്നും ഉണ്ടായിരുന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞ പിന്നെ നീ അത് മകരി പിടിക്കുന്ന എന്തിനാ? ഗോവർദ്ധൻ പറഞ്ഞോണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. എന്നാ ഇപ്പൊ ഒന്നും പറയണ്ട. അതല്ല, ക്ലാര ചേച്ചി പോവാന്ന് പറഞ്ഞ് നിക്കല്ലേ. ചേച്ചി എങ്ങോട്ട് പോകും? എനിക്കറിയത്തില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പനും അമ്മ അവിടെ കയറ്റത്തൊന്നുമില്ല. ചേച്ചിക്കും വലിയ ഐഡിയ ഒന്നുമില്ല എങ്ങോട്ട് പോകണമെന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി എന്തോ ചെയ്യും ദൈവമേ. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും. അതെ, ആ റെഡ് കാറിൽ വന്ന ആള് ഇങ്ങോട്ട് വന്നായിരുന്നോ? റെഡ് കാറിൽ വന്ന ആളോ? അതെ, റെഡ് കാറിൽ ഒരാൾ ഇവിടെ വരികയും ചെയ്തു, ഞങ്ങളുടെ ഈ കുടുംബം കൊളവാക്കുകയും ചെയ്തു. നീ ഏതാ? ശരിക്കും എന്താ സംഭവിച്ചേ? അതൊക്കെ പറയാം. താൻ ആരാന്ന് ആദ്യം പറ. ഞാൻ പൂജയുടെ ബ്രദറാണ്, വിഷ്ണു. എടാ, നിന്റെ ഈ പെങ്ങള് പൂജ എന്റെ ചേട്ടനെ കെട്ടിന്ന് പറഞ്ഞുള്ളതാണോ അതോ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ? അയ്യോ, എന്താ ശരിക്കും സംഭവിച്ചേ? എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നിന്റെ പെങ്ങൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അത് തന്നെ ഉണ്ടായത്. അയ്യോ, 2-3 ദിവസമായിട്ട് ചേച്ചി കാറെടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ആരോടും സംസാരിക്കാറില്ല. ശ്രീചേട്ടന്റെ ഫോട്ടോ നോക്കിയിട്ട് ഒറ്റ ഇരിപ്പാ.
അതേപോലെ ഇന്ന് രാവിലെ കാർ എടുത്തിട്ട് പോക്ക് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് ആളെ തിരക്കിറങ്ങിയത്, അപ്പോഴാണ് റെഡ് കാറ് കണ്ടത്. നീ വന്നേ, വാ വന്നേ, നടക്കും. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ നീ പൊക്കോ. നടക്ക് ചേട്ടാ. ശ്രീ ചേട്ടാ, നീ അതാണ് ചേട്ടാ, ഇവനാ പൂജയുടെ ബ്രദറാ, അവൻ അന്വേഷിച്ചു വന്നവൻ. ശരി, നിനക്കും ഇപ്പൊ എന്നെ കണ്ട് സ്ത്രീ ആയിട്ടാണ് തോന്നുന്നത്. ഈ തടി മിശയില്ലെങ്കിൽ ശ്രീ ചേട്ടൻ തന്നെ. ഞാൻ പറയുന്ന പോലും കേൾക്കാണ്ട് അവളുടെ ഇഷ്ടത്തിന് വീട്ടിൽ ഇറങ്ങി പോവാ. എടുത്തി എന്താ എടുത്തിയത്? ചേച്ചി, ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയതാ. കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം. എടുത്ത് ചുമ്മാ എടുത്താടി ഓരോ മണ്ടത്തരം കാണിക്കല്ലേ. ആദ്യം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരട്ടെ. ഇവനെ ആ കൊച്ചിനെ പറ്റിച്ചത് തന്നെ, അത് കള്ളം പറയുന്നൊന്നും അല്ല. എന്റെ അമ്മ. ഇതാരാ? അച്ഛാ, ഇവനാ പെണ്ണിനെ അന്വേഷിച്ചു വന്നതാ, അവരുടെ ബ്രദർ അത്. ആ മക്കളെ, ഈ കേസിനും പ്രശ്നത്തിനും ഒക്കെ പോരുത്. ഇതൊക്കെ നമുക്ക് എല്ലാവരും കൂടെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അയ്യോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൂജ എവിടെ? ആ കൊച്ചകത്തിരിപ്പുണ്ട്. ചേട്ടന്റെ പേരെന്താ ശരിക്കും? മോനെ, എന്റെ പേര് സേതു മാധവൻ. സേതു ചേട്ടനെ പോലെ തന്നെയാ ശ്രീചേട്ടനെയും കാണാൻ. കുട്ടിക്കാലം മുതലേ പൂജയും ശ്രീചേട്ടനും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അവര് വലുതായപ്പോ കല്യാണം കഴിച്ചു. 1-2 ദിവസം മാത്രമേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ചേട്ടന് കോള് വന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി വന്നു. പൂജ പറയുന്ന പോലെ ശരിക്കും ചേട്ടൻ യുദ്ധത്തിൽ കാണാത്തതല്ല, ആള് മരിച്ചുപോയി. ഞങ്ങൾക്കാർക്കും അത് ചേച്ചി ഇതുവരെ അറിയിക്കാനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല. സേതു ചേട്ടനെ പൂജ ഏതോ ഒരു ഇവന്റ് വെച്ച് കണ്ടതാ, അങ്ങനെ അവർ ഫോളോ ചെയ്ത് വന്നു. മോനെ, ദൈവമാണ് നിന്നെ ഇവിടെ ഇപ്പൊ എത്തിച്ചത്. ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചു പോയല്ലേ? അതെ. ഓ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു? അല്ല, ഞാൻ രക്ഷപ്പെട്ടു ഈ പ്രശ്നത്തിന്റെ ഇടുന്നു. എന്തായി? നിനക്കല്ലേ പറഞ്ഞ വീട്ടിലോട്ട് ഇറങ്ങി പോണോന്ന്? പോണല്ലേ? ഞാൻ എന്റെ പൊന്നെ വീട്ടിൽ എവിടെ പോവാനാ? മതി. ഇതൊന്നും ആയിരുന്നില്ല കുറച്ചേരം മുമ്പ്. എവിടെ വെട്ടിയും ബാഗും കുട്ടിയും അതെല്ലാം മാറി നിന്നു. പക്ഷെ എനിക്ക് ആ പൂജനോടൊന്ന് സംസാരിക്കണം. മോളി ചെന്ന് സംസാരിച്ച് ആ കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക്. ചെല്ല്. സേതു എന്റെ കൂടെ വാ. ഞാനൊന്നും വേണ്ടൊന്നുമില്ല. നിനക്കൊരു വിശ്വാസമില്ലല്ലോ. സോറി, വിട്ടേക്ക്. ബ്രോന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേര് വിഷ്ണു. ബ്രോ ഒന്ന് വരുമല്ലോ ഇവിടെ? വിഷുവിന് നല്ലതേ വരും. വരാട്ടാ. പൂജ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. പൂജ, ഇത് ശ്രീചേട്ടനല്ല, ഇത് സേതു, ഈ ചേച്ചിയുടെ ഹസ്ബൻഡാ. അപ്പൊ എന്റെ ശ്രീ എവിടെ? ശ്രീചേട്ടൻ വരും. പൂജ, വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ സ്നേഹിച്ചതും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ഒക്കെ. അതുകൊണ്ട് ശ്രീ എന്തായാലും തിരിച്ചു വരും. ഞാൻ പ്രാർത്ഥിക്കും. ശ്രീ ഇനി തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെയാ ഞാൻ ജീവിക്കുന്നത്. ക്ലാര, എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുമോ? എന്നാ? ഞാനിവിടെ കുറച്ചേരം ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും വേണ്ട. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്. എന്തിനാ വേറെ പ്രശ്നം എടുത്തു തരാണ്? നിന്നു പൂജ, കുഴപ്പമില്ല. അയ്യോ ചേച്ചി, പൂജ വേണ്ട, നമുക്ക് പോവാം. അല്ല വിഷ്ണു, ഇതെനിക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. കുഴപ്പമില്ല, പൂജ നിന്നോ, ഞാൻ നോക്കാം. താങ്ക്സ് ക്ലാര. എന്താണ് പോണില്ലേ? എങ്ങോട്ട്? ഇയാളുടെ വീട്ടിലോട്ട്. ഏട്ടനുള്ള സ്ഥലത്തല്ലേ ഞാൻ നിൽക്കണ്ടേ? പേട്ടനാ? ഏത് പേട്ടൻ? അതെ, ക്ലാരേ, ക്ലാരേ, ക്ലാരേ. പൂജ ഇറങ്ങുന്നില്ലേ? എങ്ങോട്ട്? എങ്ങോട്ടെന്നോ? ക്ലാര പോയി ഇറങ്ങിക്കോളൂ, ലേറ്റ് ആയില്ലേ. ഞങ്ങൾ ഉറങ്ങാൻ പോവാ. ശ്രീവാ. നിന്റെ ഇടിയല്ലേ? എന്ത് ചെയ്യും? ഇതിന്റെ ചേട്ടൻ എവിടെ? അവന്റെ പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ഞാൻ കൊണ്ടുവിടാന്നും പറഞ്ഞു. എന്താണ് ഒന്നുമില്ല, ഉറങ്ങുന്ന കാര്യം. അല്ല, പിന്നെ ഒറ്റയ്ക്കായില്ലേ? അത് കുഴപ്പമില്ല, അല്ല അങ്ങനെ പറയില്ലേ, ഞാനിവിടെ നിക്കാം. അല്ല ക്ലാര അല്ല പിന്നെ അല്ല പൂജ അത് പറഞ്ഞു. ഗുഡ് നൈറ്റ്.